ദൈവനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാവർക്കും എൻ്റെ സ്നേഹവന്ദനം. ക്രിസ്തുവിലുള്ളൊരു മനുഷ്യൻ, മഹാനായ പൗലോസ് ഭാഗം 229. ക്രിസ്തീയ സന്ദേശം യെരുശലേമിൽ നിന്ന് റോം വരെ എത്തിയ വിധം വിവരിച്ചുകൊണ്ട് ലൂക്കോസ് അപ്പോസ്തല പ്രവൃത്തി 28 അധ്യായത്തോടെ അവസാനിപ്പിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഉദ്ദേശവും അതുതന്നെയായിരുന്നു. എന്നാൽ പൗലോസിനെ സംബന്ധിച്ച് തുടർന്നുള്ള ചില കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ നമുക്ക് ചില മാർഗങ്ങൾ ഇല്ലാതില്ല. അത് ഈ കാലഘട്ടത്തിലും അതിനുശേഷവും താൻ എഴുതിയ ലേഖനങ്ങൾ നമ്മെ ഇക്കാര്യത്തിൽ വളരെ സഹായിക്കുന്നുണ്ട്. പൗലോസിനെതിരായ കേസിലെ വാദികൾ റോമിലെത്താൻ താമസിക്കുന്നു. ഒരു തടവുകാരനെ കുറ്റവിചാരണ ചെയ്യാതെ 2 വർഷത്തിൽ കൂടുതൽ തടവിൽ സൂക്ഷിക്കുവാൻ റോമൻ നിയമം അനുവദിച്ചിരുന്നില്ല. എന്നാൽ പൗലോസ് വീട്ടുതടങ്കലിൽ 2 വർഷം കഴിഞ്ഞിട്ടും യെരുശലേമിൽ നിന്നും യഹൂദ മത നേതാക്കന്മാരും തന്നെ പൗലോസിനെതിരായി വാദിക്കുവാൻ റോമിൽ എത്തിയില്ല. മാത്രമല്ല, നീറോ ചക്രവർത്തിയുടെ അലസത കൊണ്ടും കേസ് വിസ്താരം വളരെ നീണ്ടുപോകുവാൻ ഇടയായി. നോക്കൂ, പൗലോസ് നേരത്തെ കൈസരിയിൽ 2 വർഷം തടവിലായിരുന്നു. പിന്നീട് കപ്പൽ യാത്രയും കപ്പൽ അപകടവുമായി ഏകദേശം 5 മാസം കടന്നുപോയി. ഇപ്പോൾ ഈ ഗ്രഹബന്ധനത്തിൽ 2 വർഷമാണ് നഷ്ടപ്പെടുന്നത്. ഓടി നടന്ന് പ്രവർത്തിച്ചു കൊണ്ടിരുന്ന ഈ ക്രൈസ്തവ പോരാളി പല കാരണങ്ങളാൽ ഒതുങ്ങിക്കൂടേണ്ട ഒരു അവസ്ഥ ഇവിടെ വന്നിരിക്കുകയാണ്. എന്നാൽ ദൈവത്തിന് മഹത്തായ ഉദ്ദേശങ്ങൾ ഇതിന് പുറകിലുണ്ടെന്ന് നമുക്ക് വ്യക്തമാക്കുകയാണ് തുടർന്നുള്ള കാര്യങ്ങൾ. അതെ, അന്റോണിയ കോട്ടയിലെ ഒരു തടവറയിൽ നീ എന്നെക്കുറിച്ച് യെരുശലേമിൽ സാക്ഷീകരിച്ചതുപോലെ റോമയിലും സാക്ഷീകരിക്കേണ്ടതാകുന്നു എന്നുള്ള ദൈവത്തിൻ്റെ ദർശനം. നോക്കൂ, അതിൽ പിന്നെ നടന്നതെല്ലാം പൗലോസ് റോമിലെത്തുന്നതിന് തടസ്സമുളവാക്കുന്ന കാര്യങ്ങളായിരുന്നു. പൗലോസിനെ ഒടുക്കിക്കളയുവാൻ യഹൂദന്മാർ ഗൂഢാലോചന നടത്തുകയും അത് ഏതാണ്ട് വിജയിക്കുന്ന ഒരു ഘട്ടത്തിലെത്തുകയും ചെയ്തിരുന്നു. എന്നാൽ തൻ്റെ അനന്തരവനിലൂടെയും അതുപോലെ ശതാധിപനായ ലിസിയാസിലൂടെയും ഈ പരിപാടിയെ ദൈവം തട്ടിമാറ്റി. പിന്നീട് 2 വർഷം കൈസരിയിലെ തടവിൽ താൻ കിടക്കേണ്ടി വന്നു. ഫേലിക്സിൻ്റെ ദ്രവ്യാഗ്രഹമായിരുന്നു അതിന് കാരണം. ഇങ്ങനെ റോം പിന്നെയും പൗലോസിന് വളരെ അകലത്തിലായിരുന്നു. എന്നാൽ ഒരു അപ്പീലിലൂടെ റോമിലെത്താമെന്ന് വന്നപ്പോൾ മെഡിറ്ററേനിയൻ കടലിൽ മുങ്ങി മരിക്കുക എന്ന അപകടമാണ് തൻ്റെ മുമ്പിൽ വന്നത്. അതിൽ നിന്ന് രക്ഷപ്പെട്ടപ്പോൾ ഒരു വിഷപ്പാമ്പ് പൗലോസിൻ്റെ ജീവൻ അപഹരിക്കും എന്ന നിലയിലെത്തി. എന്നാൽ അപ്പോഴെല്ലാം പൗലോസിൻ്റെ ഉള്ളിൽ നീ റോമിൽ എന്നെ സാക്ഷീകരിക്കേണ്ടതാണ് എന്ന കർത്തവ്യ നിയോഗം തെളിഞ്ഞ് അവിടെ നിലനിന്നു. ഇതാണ് പൗലോസ് സേവിക്കുന്ന ദൈവത്തിൻ്റെ പരിപാടി. സഹോദരന്മാരെ, എനിക്ക് ഭവിച്ചത് സുവിശേഷത്തിൻ്റെ അഭിവൃദ്ധിക്ക് കാരണമായി തീർന്നു എന്ന് നിങ്ങൾ അറിയുവാൻ ഞാൻ ഇച്ഛിക്കുന്നുവെന്ന് പിന്നീട് പൗലോസ് ഫിലിപ്പിയർ 1:12 രേഖപ്പെടുത്തി. മാത്രമല്ല, ഞാൻ അവിടെ യെരുശലേമിൽ ചെന്ന ശേഷം റോമയും കാണണം എന്ന് പൗലോസ് പറഞ്ഞപ്പോൾ ഒരു തടവുപുള്ളിയായിട്ടായിരിക്കും താൻ ഈ റോമിലെത്തേണ്ടി വരിക എന്ന് ഒരിക്കൽ പോലും ചിന്തിച്ചു കാണില്ല. എന്തുകൊണ്ട് പൗലോസ് ഈ വിധത്തിൽ റോമിൽ എത്തിച്ചേർന്നു? അതെ, ഈ ദൈവിക പരിപാടിയിലെ ബുദ്ധി നാം തുടർന്ന് മനസ്സിലാക്കുകയാണ്. ഇപ്പോൾ പൗലോസ് ലോകത്തിലേക്കും ശക്തമായ സാമ്രാജ്യത്തിൻ്റെ തലസ്ഥാനത്താണിപ്പോൾ. ഇനി നിൽക്കാൻ പോകുന്നതോ ആ സാമ്രാജ്യത്തിൻ്റെ ശക്തനായ ഭരണാധികാരിയുടെ മുമ്പിൽ, അതായത് നീറോ ചക്രവർത്തിയുടെ കോടതിയിൽ. വധശിക്ഷ അന്തർഭവിച്ചിരുന്ന കേസുകളിൽ മിക്കതും ചക്രവർത്തിയുടെ ഒരു പ്രതിനിധിയാണ് കേൾക്കാറുള്ളത്. എന്നാൽ പ്രത്യേക പ്രാധാന്യമുള്ള കേസുകൾ നീറോ നേരിട്ട് തന്നെ കേട്ടിരുന്നു. ഇവിടെ പൗലോസിൻ്റേത് അത്തരം ഒന്നായിരുന്നു. തന്നെയുമല്ല, നീ കൈസറുടെ മുമ്പിൽ നിൽക്കേണ്ടതാണ് എന്ന് കർത്താവ് പറഞ്ഞു കഴിഞ്ഞിരുന്നു. എന്നുവെച്ചാൽ ഞാൻ നിന്നെ കൈസറുടെ മുമ്പിൽ നിർത്തുമെന്നർത്ഥം. എങ്കിൽ ഇനി നമുക്ക് സംശയിക്കേണ്ട ആവശ്യം വരുന്നില്ല. പൗലോസ് സാമ്രാജ്യാധിപൻ്റെ മുമ്പിൽ നിൽക്കുകയാണ്, വിസ്തരിക്കപ്പെടേണ്ടതിന്. വിസ്തരിക്കപ്പെട്ടു. അങ്ങനെ തർസോസിലെ ശൗൽ ക്രിസ്തുവിൻ്റെ സുവിശേഷം നീറയോട് പ്രസംഗിച്ചു. അതെ, ചന്തസ്ഥലങ്ങളിലും പുഴവക്കിലും പ്രസംഗിച്ച് നടന്ന ഒരു പ്രസംഗികൻ. ഒരു തടവുകാരനാകാതെ എങ്ങനെ ഇങ്ങനെ സാധിക്കും? ഇതാണ് ദൈവിക പദ്ധതി. പൗലോസിൻ്റെ ചരിത്രം താൻ തന്നെ രചിക്കുന്ന നിലയിലായിരുന്നു ഇനിയുള്ള ഓരോ കാര്യങ്ങളും മുന്നോട്ട് കാണുന്നത്. തന്നെ സന്ദർശിക്കുന്ന ഏവരെയും സ്വീകരിക്കാനുള്ള സ്വാതന്ത്ര്യം പൗലോസിനുണ്ടായിരുന്നു. അതുകൊണ്ട് പലരോടും സുവിശേഷം പറയുവാനും ചിലരെ തടവിൽ വെച്ച് ഒരു പൊതുജന അനുഭവത്തിലേക്ക് കൊണ്ടുവരുവാനും തനിക്ക് കഴിഞ്ഞു.